ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചിക്കൻ വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാം കേട്ടോ. ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങളാണ് ചിക്കൻ, ഗരം മസാലപ്പൊടി, നമ്മുടെ സബോള, തക്കാളി, തൈര്, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഇതെന്താണെന്നറിയാമോ? വെളുത്തുള്ളി, ഇഞ്ചി, കാന്താരി മുളക്. ഇത്രയും വെച്ചിട്ട് നമുക്കൊരു കറി ഉണ്ടാക്കിയാലോ? അതിന് നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കാം. ഈ വെളുത്തുള്ളി, ഇഞ്ചി, കാന്താരി മുളക് ഇതൊന്ന് പേസ്റ്റാക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മളുണ്ടല്ലോ ഇഞ്ചി പേസ്റ്റൊക്കെ ആയിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വേണ്ട, നല്ലോണം ചേർത്ത് കൊടുക്കണം. വേണ്ട, ഇതാ ചേർത്തു. നമ്മുടെ ചിക്കനിലേക്ക് ചേർത്ത് വെച്ചു. എങ്ങനെയുണ്ട്? അത് ചേർത്ത് വെക്കണം. അതിൻ്റെ കൂടെ നമ്മൾ ഉപ്പ് ചേർക്കണം. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ നമുക്ക് മുളക് പൊടി ഒത്തിരി വേണ്ട കേട്ടോ. ഒരു സ്പൂൺ മതി, കറക്റ്റ് ഒരു സ്പൂൺ. നമ്മൾ കാന്താരി മുളക് അരച്ചേർത്തേക്കണായിരുന്നേ, നല്ല കുത്തുണ്ടാവും. മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മതി. ഗരം മസാല അത് ഇച്ചിരി 2 ടീസ്പൂൺ ഇട്ടോ കേട്ടോ. അത് നല്ലോണം ചേർന്നത്. ഗരം മസാല, തൈര്, നമ്മുടെ പുളിയില്ലാത്ത യോഗട്ടില്ലേ, അതുണ്ടാ. പുളിയില്ലാത്ത തൈര്, പുളിയായാലും ഇച്ചിരി പുളിയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് നന്നായി ഇങ്ങനെ പെരട്ടി വയ്ക്കാം. കണ്ടോ എങ്ങനെയുണ്ട്? ഇനി അവിടെ ഇരിക്കട്ടെ കേട്ടോ. ഒരു 15 മിനിറ്റ് നേരം അവിടെ ഇരിക്കട്ടെ. അവിടെ ചിക്കനിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. ഒന്ന് പിടിച്ച് കഴിയട്ടെ കേട്ടോ. ഓക്കെ, നല്ലോണം വെച്ചിട്ടുണ്ട്. മല്ലിയില ഇട്ടും കൂടി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. പക്ഷേ എല്ലാവർക്കും മല്ലിയില ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ വെക്കുന്നില്ല. നമ്മൾ പുരട്ടി വെച്ച് ചിക്കൻ ഉണ്ടല്ലോ, അത് നമുക്ക് എയർ ഫ്രയറിലിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. നല്ല കാന്താരി മുളകൊക്കെ ഇട്ട് നല്ല വറുത്തെടുക്കാം കേട്ടോ. നല്ല കാന്താരി മുളകൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഇരിക്കും. നമുക്ക് അതിൽ വറുത്തെടുത്തിട്ട് വരാം. നമ്മൾ വറക്കാൻ വയ്ക്കാം. എയർ ഫ്രയറിലാട്ടോ വറക്കണേ. അവിടെ ഇരുന്ന് വെന്ത് ചെയ്യുമ്പോൾ നമുക്ക് എടുത്ത് നോക്കാം കേട്ടോ. നമുക്ക് വറക്കാൻ വെച്ച ചിക്കൻ്റെ മീതെ ഇടാൻ വേണ്ടിയിട്ട് ഈ സബോളയും തക്കാളിയും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണേ കേട്ടോ. നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്ത് ഇച്ചിരി മസാലയും ചിക്കൻ മസാലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക്
നമ്മുടെ ചിക്കൻ എയർ ഫ്രയറിൽ വെച്ചിരിക്കുന്ന ചിക്കൻ വരണ്ട് വരുമ്പോൾ അതിൻ്റെ മീതേക്ക് ഇടാം കേട്ടോ. അത്രേ ഉള്ളൂ പണി. അപ്പോൾ നമ്മൾ ചിക്കൻ വറക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം നമ്മൾ ഇതൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വഴന്നു വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി സവോളയും മാത്രമേ ഞാൻ വഴന്നിട്ടുള്ളൂ. നമ്മൾ അതിൽ ഓൾറെഡി എല്ലാനും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വഴറ്റി അതിലേക്ക് ഇടേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അതിൽ ഒത്തിരി ചിക്കൻ മസാലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് ചിക്കൻ മസാലയും പിന്നെ അതുപോലെ നമുക്ക് ഇച്ചിരി വേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അതവിടെ ഇരുന്ന് ഒന്ന് വേവട്ടെ കേട്ടോ. അവിടെ ഇരുന്ന് ഈ സബോള ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴന്ന് ഒരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ബ്രൗൺ കളറാകട്ടെ കേട്ടോ. അങ്ങനെ ചിക്കൻ വെന്തിട്ടുണ്ട് കണ്ട. എയർ ഫ്രയറിൽ വെച്ച് നമ്മൾ ചിക്കൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ വറുത്തിട്ടുണ്ട്. നന്നായിട്ട് നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഈ വറുത്ത് മാത്രമായിട്ട് കഴിക്കാം, വറുത്തായിട്ട് എടുത്ത് കഴിക്കാം. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വറുത്ത് കൊടുത്താൽ മതി, അവരെടുത്ത് കഴിച്ചോളൂ. അല്ല നമുക്കൊക്കെ ഇച്ചിരി ഗ്രേവിയൊക്കെ വേണമെങ്കിൽ ഇത് സബോളയൊക്കെ ഇട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെ നമ്മൾ വറുത്ത് വെച്ച ആ സബോള അതിൻ്റെ മീതക്കടെ ഇട്ട് കൊടുത്ത് നമുക്ക് കഴിക്കാം. സവോള ഇട്ട് കൊടുക്കാം. തക്കാളിയും സബോളയും വേപ്പിലൊക്കെ ഇട്ട് മല്ലിയില ഇടാണെങ്കിൽ നല്ലതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല എങ്കിലും മല്ലിയില ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇഷ്ടമില്ലാത്തവരിടണ്ട, ഇഷ്ടമുള്ളവരിട്ടോ. നമുക്കങ്ങനെ കഴിക്കാം. ഒന്ന് കഴിച്ചിട്ട് അതിന് അഭിപ്രായം പറയണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം കേട്ടോ.